സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ വിടവാങ്ങിയിരിക്കുന്നു. അല്പസമയം മുമ്പ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യമുണ്ടായത്. 81 വയസ്സായിരുന്നു. 2016 ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ നിര്യാണത്തെ തുടർന്ന് അദ്ദേഹം സമസ്തയുടെ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് ആ സ്ഥാനത്തേക്ക് എത്തുന്നത്. അതിനുശേഷം കഴിഞ്ഞ 10 വർഷമായി സമസ്തയെ മുന്നിൽ നിന്ന് നയിക്കുന്നത് പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാരും ജഫ്രി മുത്തുക്കോയ തങ്ങളും ചേർന്നാണ്. കേരളത്തിലെ വളരെ എണ്ണം പറഞ്ഞ മുസ്ലിം പണ്ഡിതന്മാരിൽ ഒരാൾ കൂടിയാണ് പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ. കെ ഷുക്കൂറുണ്ട്. ഷുക്കൂർ, ഇപ്പോൾ പല ആളുകളും അനുസ്മരണ പ്രതികരണത്തിൽ പറയുകയായിരുന്നു, ഇപ്പോൾ അങ്ങനെ ഒരു ബഹുഭാഷാ പണ്ഡിതൻ, ഇപ്പോൾ പുതിയ തലമുറയിൽ നമുക്ക് അത്തരം ബഹുഭാഷാ പണ്ഡിതന്മാർ ഏറെയുണ്ട്. കഴിഞ്ഞ തലമുറയിലൊന്നും അങ്ങനെ ആഗോള ഇസ്ലാമിക സമ്മേളനങ്ങളിലൊക്കെ സമസ്തയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കാൻ കെൽപ്പുള്ള ബഹുഭാഷാ പണ്ഡിതരായ ആളുകൾ വളരെ കുറവായിരുന്നു സമസ്തയ്ക്ക്. അത്തരത്തിലുള്ള അപൂർവ പണ്ഡിത ശ്രേഷ്ഠനെയാണ് സമസ്തയ്ക്ക് നഷ്ടമാകുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു എന്ന് മാത്രമല്ല, സമസ്തയുടെ നിരവധി വിദ്യാഭ്യാസ സംവിധാനങ്ങളുടെ അധിപൻ കൂടിയായിരുന്നു അദ്ദേഹം. പട്ടിക്കാട് ജാമിഅ നൂരിയ പോലെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ പ്രിൻസിപ്പലായും, അതുപോലെ തന്നെ തിരൂർക്കാട് അൻവാറുൽ ഇസ്ലാമിക് വിദ്യാഭ്യാസ കോംപ്ലക്സിന്റെ വൈസ് പ്രസിഡന്റ്, പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയുടെ പ്രസിഡന്റ്, മൗനത്തുൽ ഇസ്ലാം അറബിക് കോളേജിന്റെ പ്രസിഡന്റ് തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളുടെ അധിപനായും സംഘാടകനായും എല്ലാം അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തെ ഒരു നിമിഷം ഷുക്കൂർ, ഒന്നിടപെടുന്നു. ജംഷീറിലേക്ക് പോകുന്നു. ജംഷീർ, ഇപ്പോ ഖബറടക്കത്തിന്റെയും പൊതുദർശനത്തിന്റെയും ഒക്കെ സമയം നിശ്ചയിച്ചോ? സൈഫു, തീർച്ചയായിട്ടും മയ്യത്ത് നമസ്കാരം നാളെ രാവിലെ 10 മണിക്ക് നടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. വീട്ടിലേക്കാണ് കൊണ്ടുവരുന്നത്. വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്കും വീട്ടിലെ ബന്ധുക്കൾക്കും ഉൾപ്പെടെയുള്ളവർക്ക് മയ്യത്ത് കാണാനുള്ള അവസരം ഒരുക്കും. അതിനുശേഷം തിരൂർക്കാട് അൻവാറുൽ ഇസ്ലാമിന്റെ മുറ്റത്താണ് പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. വീട്ടിലെ സൗകര്യം, അതായത് വീട്ടിൽ അതിനുള്ള ഇത്രയും ആളുകൾ ഉൾക്കൊള്ളാനുള്ള ഒരു സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ പൊതുജനങ്ങൾ അൻവാറിലെത്തണം, അതായത് തിരൂർക്കാട് അൻവാർ ഇസ്ലാമിലേക്ക് എത്തണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മയ്യത്ത് ഖബറടക്കും നമസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നാളെ രാവിലെയാണ്. രാവിലെ 10 മണിയോടുകൂടി മയ്യത്ത് നമസ്കാരം നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് എത്തിക്കും.